എനിക്ക് തോന്നുന്നത് ഈ 2010 ശേഷം മലയാള സാഹിത്യത്തിലും സിനിമയിലും പ്രാദേശികമായ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് മലയാളമെന്ന് അല്ലെങ്കിൽ മലയാള സാഹിത്യമെന്ന് സിനിമയെന്ന് അംഗീകരിക്കപ്പെടാതിരുന്ന പ്രാദേശിക സ്വത്വങ്ങൾ, അത് കടലോരത്തിൻ്റെ ജീവിതമുണ്ട്, മലയോരത്തിൻ്റെ ജീവിതമുണ്ട്, ഇടനാടുകളിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഓരോ നാട്ടിലും ഇപ്പോൾ കാസർഗോഡൻ ഭാഷയിൽ സിനിമ ഇറങ്ങും, തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് ഭാഷയിൽ സിനിമ ഇറങ്ങും. അങ്ങനെ നമ്മുടെ ഭാഷാ വൈവിധ്യം, മലയാളത്തിൻ്റെ ഭാഷാ വൈവിധ്യങ്ങളെല്ലാം സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും കടന്നു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് 2010 ശേഷം ഉണ്ടായിട്ടുള്ളത്. ആ കൂടുതൽ നമ്മുടെയൊക്കെ സാഹിത്യകൃതികളും ഒക്കെ വരും. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം പോലൊരു സിനിമ, ആ സിനിമയിൽ വളരെ പ്രാദേശികമായി ഇടുക്കിയിലെ അവരുടെ ജീവിതവും ഞാൻ ആദ്യമായിട്ട് കപ്പവാട്ട് കാണുന്നത്, സിനിമയിൽ കാണുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ടൈറ്റിൽ സോങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. കാരണം അതും കേരളീയ സംസ്കാരമാണെന്ന് അതിനു മുമ്പ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു കശാപ്പ്, അത് കശാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദൈനംദിനം ഇറച്ചി കഴിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇറച്ചി കഴിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലത്ത്, കേരളത്തിൽ, ആ കശാപ്പുകാരൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത് സാഹിത്യ മൂല്യമുള്ളതാണെന്ന് നമ്മൾ കണക്കാക്കിയിട്ടില്ല. ഹരീഷ് മാവോയിസ്റ്റ് എഴുതുമ്പോഴും ഞാൻ മഗ്ദലന മറിയത്തിൻ്റെ പള്ളി എഴുതുമ്പോഴും ഒക്കെ ഈ കശാപ്പുകാരൻ്റെ ജീവിതം അതിൻ്റെ സാഹിത്യ മൂല്യത്തിലേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ തകഴിയൊക്കെ തോട്ടിയുടെ മകൻ, അങ്ങനെ അവർ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒരു ജീവിത പരിസരത്തു നിന്നുണ്ടായി വരുന്ന സാഹിത്യകൃതികളും സിനിമയും ഇതെല്ലാം മലയാളമാണെന്നും ഇതെല്ലാം കേരളീയ ജീവിതത്തിൽ ഏതുമെടുത്ത് നമുക്ക് സാഹിത്യമാക്കാമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ തൊഴിലാളി വർഗ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആശാരിയുടെ കഥ, മെയിനായിട്ട് ഒരു ആശാരി, അദ്ദേഹത്തിൻ്റെ ജീവിതം, അത് നായകനായിട്ട്, ഒരു മൂശാരി, ഒരു കൊല്ലൻ, ഒരു തട്ടാൻ, അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കശാപ്പ് ചെയ്യുന്നയാൾ, മീൻ പിടിക്കുന്ന ഒരാൾ, ഇങ്ങനെ നിരവധിയായ നമ്മുടെ സമൂഹത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധിയായ തൊഴിലാളികളുടെ കഥ. എന്തേരം തൊഴിൽ മേഖലകളുണ്ട്. ആ തൊഴിൽ മേഖലകളിലേക്ക് ചെന്ന് ആ തൊഴിലാളികളുടെ കഥ സാഹിത്യമായി മാറുക എന്നുള്ളത് അല്ലേ ആവശ്യം. അപ്പോഴല്ലേ കേരളീയമായ സാഹിത്യം രൂപപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്കൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ജീവിതം ഒരു പ്രത്യേക ഭാഷയിൽ എഴുതിയെങ്കിൽ മാത്രമേ സാഹിത്യമാവുകയുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ പൊളിക്കുന്നൊരു കാലഘട്ടമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പുതിയ വായനക്കാരും പുതിയ ആളുകളും ഇത്തരം കാര്യങ്ങളെ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്, വായിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ഈ സാഹിത്യത്തിലും വരേണ്യം എന്ന് പറയുന്ന ആ ഒരു സാധനങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.